ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ബ്രസീലിൻ്റെ രണ്ട് ചുണക്കുട്ടികളെ കുറിച്ചിട്ടാണ്. വേറെ ആരെയും കുറിച്ചിട്ടല്ല. റാഫീനെയും അതേപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറിനെയും കുറിച്ചിട്ടാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമുക്കതിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു SSV ടെക് വ്ലോഗ് ചാനൽ. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരുന്നു, ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫ്രാൻസിന് മുന്നിൽ ബ്രസീൽ തല കുനിക്കേണ്ട ഒരവസ്ഥ, അതായത് ബ്രസീൽ തോറ്റൊരവസ്ഥയാണ് നമ്മൾ ഒരു കണ്ടിട്ടുള്ളത്. ഞാൻ ഇന്ന് അവിടെ സംസാരിക്കാൻ പോകുന്നത് ആ മത്സരത്തെ കുറിച്ചിട്ടല്ല, റാഫീനെയും വിനീഷ്യസിനെയും കുറിച്ചിട്ടാണ്. എൻ്റെ ഒരു ഡൗട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, റാഫീനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ബാഴ്സലോണയിൽ കിഡിലം പെർഫോമൻസ് ആണ് കളിക്കുന്നത്, കിഡിലം ഗെയിമാണ് കളിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബാഴ്സയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ എന്താ പറയുക, ബാർസക്കാർക്ക് അദ്ദേഹം സീനാണ്. അതേപോലെ തന്നെയാണ് വിനീഷ്യസ് ജൂനിയർ റയലിൽ നോക്കുകയാണെങ്കിൽ കിണ്ണം കളിയാണ്, കിഡിലം കളിയാണ്. പക്ഷേ അവരവരുടെ നാഷണലിലേക്ക് വരികയാണെങ്കിൽ, അതായത് ബ്രസീൽ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ, അവർ ബ്രസീൽ ആ കാഴ്ച വെക്കുന്നില്ല, ആ കളി വെക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ പറയുക, ഒരു കളി ഉണ്ടല്ലോ, എന്താ പറയുക, അവർ കളിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയാണ് തോന്നിയിട്ടുള്ളത് എങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻ്റായിട്ട് അറിയിക്കുക, മസ്റ്റായിട്ട് കമൻ്റായിട്ട് അറിയിക്കുക. ഇത് എൻ്റെ ഒരു ഡൗട്ടായിട്ട് ഞാൻ ഇറക്കിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനോടുള്ള നിങ്ങളെ മറുപടിയും താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.